അപ്പൊ അങ്ങനെ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ മാരുതിയുടെ ഫ്രോൺസ് ആട്ടെ നമ്മുടെ കൂടെ. നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് മാരുതിയുടെ ഫ്രോൺസിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു നല്ല വെയിൽ ഇവിടെ അടിക്കുന്നുണ്ട്, അതുകൊണ്ട് നേരെ മുഖത്തേക്ക് അടിക്കണതാണ്, അതാണ് കണ്ണൊക്കെ ചുളുങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രോൺസ്. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ അന്ന് നമുക്കൊരു പെട്ടെന്ന് എന്താ പറയുക ധൃതിയിലൊക്കെ നമ്മൾ എടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് നല്ല രീതിക്കൊന്നും വണ്ടിനെ കാണിക്കാനോ പിടിക്കാനോ പറ്റിയിട്ടില്ല. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കാൻ നേരത്തുള്ള ആദ്യത്തെ ലുക്ക്. നമുക്ക് നേരെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് പതിവ് പോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ തുടങ്ങാം. അധികം ക്യാരക്ടർ ലൈനൊന്നും ഇല്ലാത്തൊരു വാഹനം കേട്ടോ. ഷാർപ്പ് ഡിസൈൻ ആണ് ഈ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കാൻ നേരത്ത്, നല്ല പക്ക ഷാർപ്പ് ഡിസൈൻ ആണ് ഇതിന്റെ കൊടുത്തേക്കുന്നത് കേട്ടോ. നമുക്ക് നോർമലി നമ്മൾ പതിവ് തുടങ്ങും പോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതാണ് നമ്മുടെ മാരുതിയുടെ എംബ്ലം. അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നേരെ അടിയിലായിട്ട് തന്നെ ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള എയറിൻ്റെയൊക്കെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഒരു ബോക്സി ഡിസൈൻ ഇവിടെ ഉണ്ട്, പക്ഷേ ബോക്സി ഡിസൈൻ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഷാർപ്പായിട്ടുള്ള ഡിസൈൻ ഉണ്ട്. താഴത്തേക്ക് നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെയത്തെ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സെൻറ്റർ ഭാഗം കവർ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തേക്കണം, ഹെഡ്ലൈറ്റ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പോലെ. ഇവിടെയായിട്ട് ഐസ് ക്യൂബ്സ് പോലെ ലൈറ്റ് DRLs വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെയാണ് നമ്മുടെ ഇൻഡിക്കേറ്ററും വരുന്നത് കേട്ടോ. താഴത്തായിട്ട് നോക്കാൻ നേരത്ത് ഇവിടെയാണ് നമ്മുടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഫുള്ള് LED ലൈറ്റ്സ് ആണ്. താഴത്തായിട്ട് വരാനത്ത് ഇവിടെ വീൽ ആർച്ചിൻ്റെ ഒക്കെ ഒരു പ്രത്യേക ഒരു ഡിസൈനാണ്. വേറെ പ്രത്യേകിച്ച് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് പറയേണ്ട കാര്യമില്ല. ഈ ബോണറ്റിന്റെ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ഇത്രയും ഒരു എന്താ പറയുക ഒരു അത്യാവശ്യം നല്ല കട്ടിങ് ലെവലിലാണ് ഈ ഒരു ബോണറ്റിന്റെ സൈസ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അടിപൊളി കേട്ടോ. ഇവിടെയായിട്ട് നമുക്കൊരു റിഫ്ലക്ടർ പോലത്തെ ഒരു യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീലാർച്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള രീതിയിലിരിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ അലോയ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്ലാസ്സുമേ തന്നെയാണ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം വന്നേക്കുന്നത്. ഡോർ ഹാൻഡിൽസ് ഒക്കെ തന്നെ നമ്മുടെ വണ്ടിയുടെ കളർ തന്നെയാട്ടോ. ഈ വണ്ടിയുടെ കളർ എന്ന് പറയുന്നത് പെട്ടെന്ന് പറ്റക്കെന്ന് നോക്കാൻ നേരത്തൊരു ഗിൽറ്റ് അകത്ത് കിടക്കും പോലെ കേട്ടോ. എന്ന് വെച്ചാൽ പറ്റയ്ക്ക് വന്നിരിക്കുമ്പോഴത്തേക്ക് ഏതാ സംഭവം വരുന്നല്ലോ. എന്റെ നീല കളർ ഇത് മേടിക്കുന്നത് ഇല്ല, നിന്റെ നീലല്ലേ. ക്രോം ഫിനിഷിലൊരു ബീഡിങ് ഓടിച്ചിട്ടുണ്ട് കേട്ടോ. മേളിൽ റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഈ മേള ഏരിയ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് കാണാനായിട്ട്. അവിടെയായിട്ട് നമ്മുടെ ഷാർക്ക് ഫിൻ ആൻറ്റിന വന്നിട്ടുണ്ട്. ഇതാണ് സ്പോയിലർ, അടിപൊളി, ഒന്നും പറയാനില്ല ഈ ലുക്കിനെ കുറിച്ച്. ബാക്ക് സൈഡിൽ നിന്ന് നോക്കാൻ നേരത്ത് ഇതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ലൈറ്റ് ഏരിയ, ഇവിടെ ആയിട്ട് തന്നെ ഇൻഡിക്കേറ്റർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഡിക്കി ഏരിയ നമ്മൾ കാണിക്കാറില്ലായിരുന്നു മിക്കപ്പോഴും. അത് കഴിഞ്ഞ് ഇപ്പോൾ അധികം ഫ്രണ്ടിൽ പോയി തുറന്ന് എല്ലാം റെഡിയാക്കി കാണിക്കും. ഇപ്രാവശ്യം ഡിക്കി ഏരിയ എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ബൂട്ട് ഏരിയ കാര്യങ്ങളൊക്കെ വന്നത്. നല്ല അത്യാവശ്യം ഒരു ഫാമിലിക്ക് സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും കേട്ടോ. അവരുടെ സാധനങ്ങളൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് സാധാരണ ഗതിയിൽ ഇവിടെ നമ്മുടെ എന്താണ് സ്റ്റെപ്പിന് കാണേണ്ടതാണ്. ഇതിനകത്ത് സ്റ്റെപ്പിന് ഇല്ല. ഇത് ഡെൽറ്റ വേരിയന്റിൽ ഓപ്ഷനിലാട്ടോ ഇതൊരു സംഭവം. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ എനിക്കും അറിയാൻ പറ്റില്ല. ഇവിടെ ആയിട്ട് മാരുതി സുസുക്കിയുടെ എംബ്ലം, നെക്സ്റ്റ് സൈഡ് ഒരു ബാഡ്ജിങ്, നേരെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു ബ്രേക്ക് ലൈറ്റ് യൂണിറ്റ്. ഈ ബ്രേക്ക് ലൈറ്റ് യൂണിറ്റിൻ്റെ അടിപൊളിയല്ലേ, ഒരു എന്താ പറയുക ഒരു ആരോ പോയിരിക്കുന്ന പോലെയാണ് യൂണിറ്റ് കാര്യം തോന്നേക്കുന്നത്. ഇവിടെ ആയിട്ട് മേലിലൊരു ബ്രേക്ക് ലൈറ്റ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സൈഡിലായിട്ട് താഴ്ത്തുണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട് കേട്ടോ. അത് കൊള്ളാം കേട്ടോ, നമ്മൾ സെറ്റപ്പ്. ഇവിടെയാണ് നമ്മുടെ ഫ്രോൺസ് എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം കേട്ടോ. ലെഫ്റ്റ് സൈഡിലേക്ക് വരാൻ നേരത്തെ ഇവിടെയായിട്ട് നമ്മുടെ പെട്രോൾ ടാങ്ക് ഏരിയ. ഇവിടെയും ചെറിയൊരു റിഫ്ലക്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ് ഇങ്ങനെ കൊടുത്തേക്കണമെന്ന് പിടിയില്ല. അപ്പുറത്തെ വേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ കാര്യമായിട്ട് ഇതിനകത്ത് പറയാനൊന്നുമില്ല. ഇനി നമുക്ക് നേരെ വണ്ടിയുടെ അകത്തായിട്ട് കയറാം. അകത്ത് കയറിയിട്ട് അകത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നേരത്തെ നമ്മൾ വണ്ടിയുടെ വീഡിയോ ചെയ്ത സമയത്ത് നമുക്ക് അധികം ഒന്നും പറയാനുള്ള ഒരു സമയവും സന്ദർഭവും സാഹചര്യവും ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അത് നമ്മളൊരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വഴി കൂടി പോയപ്പോഴേക്കും കയറി എടുത്ത വീഡിയോ ആണ്. ഇതാകുമ്പോഴത്തേക്ക് അത്യാവശ്യം സമയം എടുത്ത് പതിയെ ചെയ്യാവുന്ന കേസ് കിട്ടുള്ളൂ. ഇതാണ് വണ്ടിയുടെ കീ ഉണ്ടല്ല. അപ്പൊ ഇവിടെ ആയിട്ട് ഡ്രൈവർ സൈഡിൽ എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യങ്ങൾ ആദ്യം പറഞ്ഞത്. നമ്മുടെ നോർമലി ഒരു കാറിനകത്ത് കാണുന്ന പോലെ പവർ വിൻഡോയുടെ സ്വിച്ച്, ചൈൽഡ് ലോക്ക്, ഗ്ലാസിന്റെ ലോക്ക്, ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെന്താ പറയാ, ഇൻഡിക്കേറ്റർ സാധാരണ വരുമ്പോൾ തന്നെ വൈപ്പറിന്റെ സംഭവങ്ങൾ, ഇവിടെയായിട്ട് വോയിസ് അസിസ്റ്റന്റ്, കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും, വോളിയം ബട്ടൺ, വോളിയം മ്യൂട്ട് ചെയ്യാനുള്ളത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആയിട്ട് വരുമ്പോഴത്തേക്കും ഒരു അടിപൊളി ഒരു സിസ്റ്റം വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് നമുക്കൊരു പോരായ്മ എന്ന് പറയാനായിട്ട് ഈ സിസ്റ്റത്തിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ ബീഡിങ് ഇല്ലേ,
ഈ ഒരു ആർച്ച് പോലെ വന്നേക്കണേ. സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു ആവശ്യമില്ല ഇങ്ങനെ വരുമ്പോഴത്തേക്കും. ഇതൊരു പണ്ടത്തെ നമ്മുടെ നോക്കിയടക്കം മൊബൈൽ വരുമ്പോഴത്തേക്കും ഒരു പെട്ടിയിലകത്ത് അടച്ചു വന്ന പോലെ ഇരിക്കട്ടെ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. ഈ ഒരു സംഭവം മാത്രം വരുന്നെങ്കിൽ കുറച്ചുകൂടി കാണാനായിട്ട് വൃത്തിയായിട്ടുണ്ടാവും. നമ്മള് പല വണ്ടികൾക്കകത്തും പറഞ്ഞിട്ടുണ്ട് ഇതേ നമ്മുടെ AC വിൻഡ് ഇങ്ങനെ തന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ കൊടുത്തേക്കണ AC വിൻഡ് തന്നെയാണ് രണ്ട് സൈഡിലും കൊടുക്കണമെന്നുണ്ടെങ്കിലും നല്ല അത്യാവശ്യം വൃത്തിയായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് അതേപോലെ തന്നെയാണ് AC വിൻഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയായിട്ട് ഫോർവേഡ് ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. പിന്നെ AC കാര്യങ്ങൾ, ഓഫ് ആട്ടോ, പിന്നെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നൈസ് നമുക്ക് പതിയെ എല്ലാം കണ്ട് മനസ്സിലാക്കി പോകണം. ഇവിടെയായിട്ട് ഒരു ചാർജിങ് സ്ലോട്ട് 12 വാട്ടിന്റെ ചാർജിങ് ഉണ്ട്. ഇവിടെ USB ചാർജർ ഉണ്ട്. ഇവിടെ 2 കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 5 സ്പീഡാണ് ഗിയർ ബോക്സ് വരുന്നത്. എൻ്റെ തൊണ്ടയിൽ ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇടക്കിടക്ക് ചുമ വരും കേട്ടോ. ഇവിടെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു ഗ്രേ കളറിൽ ഫിനിഷിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ബ്രൗണിഷ് കളറാണ് നമ്മുടെ ഇന്റീരിയറിൽ വന്നേക്കണേ ഈ ഒരു വാഹനത്തിനകത്ത്. ഹാൻഡ് ബ്രേക്ക്, വേറെന്താ പറയുക, ഇവിടെ ആയിട്ട് നമ്മുടെ സ്റ്റോറേജ് കാരണം നോർമലി എല്ലാ ഇതിനകത്തും വരുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു. പിന്നെ ഇവിടെ ലൈറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു വെയിലടിക്കാതിരിക്കാനുള്ള സംഭവം, ഇതിന്മേ കണ്ണാടിയും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡ്രൈവർ കണ്ണാടി നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇരിക്കുന്ന കോ ഡ്രൈവറിന് കണ്ണാടി നോക്കാം. കോ ഡ്രൈവറിന് പിടിക്കാനുള്ള ഒരു ഹാൻഡിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ ഡ്രൈവർ സീറ്റ് ഇരിക്കാനത്ത് അത്യാവശ്യം നല്ല രീതിക്ക് ഈ തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് താത്താനുള്ളതും പൊക്കാനുള്ളതുണ്ട്. പിന്നെ അടിയിലായിട്ടാണ് നമ്മുടെ ഈ സംഭവം കയറ്റി ഇറക്കിയിട്ടാണുള്ളത് സീറ്റ്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല. പിന്നെ ഇവിടെ സെൻറ്ററിലായിട്ടൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പുറകെ കാണാനുള്ള മിറർ. ഇനി നേരെ ബാക്ക് സൈഡിലേക്ക് കയറിയിരിക്കാം. ബാക്ക് സൈഡിൽ കയറുന്നിട്ട് ബാക്കി പറയാം. ബാക്ക് സൈഡിൽ കയറുന്നതിന് മുമ്പേ ഇവിടെയാണ് നമ്മുടെ ഈ ഡ്രൈവറിന്റെ നേരെ മുട്ടിന്റെ നേരെ ആയിട്ടാണ് ഇവിടെ നമ്മുടെ ബോണറ്റും നമ്മുടെ ഫ്യൂൽ ടാങ്ക് ഓപ്പൺ ചെയ്യാനുള്ള സംഭവം വന്നേക്കണം കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡിൽ ഇരിക്കാനായിട്ടുള്ളത്. എൻ്റെ അമ്മ സെറ്റപ്പാ കേട്ടാ, അടിപൊളിയായിട്ട് നമുക്ക് നീണ്ടു നിവർന്നിരിക്കാം. ഒരു കുഴപ്പമില്ല കേട്ടോ ഇതിനകത്തിരിക്കാനത്ത്. സീറ്റ് കുറച്ചുകൂടി പുറകിലേക്ക് ഇറക്കിയിട്ടെന്ന് പറഞ്ഞാലും നമുക്ക് അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റും. ഇവിടെ ഒരു പാസഞ്ചറിന് ചാർജ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഡ്രൈവിംഗ് കൊടുത്തിട്ടുണ്ട്. ആയിട്ട് നമുക്ക് കുപ്പിയൊക്കെ വെക്കാനുള്ള ഒരു ഹോൾഡർ വെച്ചിട്ടുണ്ട്. ബാക്കിൽ ഇരുന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഡോറിന്റെ കൺട്രോൾ ഉണ്ട്. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഹെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് 3 പേർക്ക് ഇരിക്കാനുള്ള രീതിയിലുള്ള ഹെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. ചെറിയ കുഞ്ഞും ഹെഡ് റെസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ചെറിയൊരു ഗ്ലാസ് ഏരിയ ഉണ്ട് കേട്ടോ. പുറകെ ഇരിക്കുന്നവർക്ക് 2 പേർക്കും പിടിക്കാനുള്ള ഹാൻഡിൽ. ഇത്രയാണ് സെറ്റപ്പാണ്. എന്തായാലും സീറ്റും അതേപോലെ തന്നെ ബ്ലാക്കും ഗ്രേയും കൂടി, ബ്ലാക്കും ബ്രൗൺ കളറിനും ചേർന്നിട്ടുള്ള കേട്ടോ. നല്ല രീതിക്ക് കലക്ക് നീട്ടി വെച്ചിരിക്കാം കേട്ടോ. എന്നെ പോലുള്ള ആളുകൾക്ക് സൂപ്പറായിട്ടിരിക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് പുറത്തോട്ടിറങ്ങാം. ഓക്കെ, ഇനി ബാക്കി വിശേഷം എന്ന് പറയണതിൻ്റെ അറിയാം, ഇവന്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെയാണ്. ഇവന്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഞാൻ നൈസായിട്ട് പറഞ്ഞുതരാം. നമുക്ക് ആദ്യം ഒന്ന് ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവന്റെ എൻജിൻ റൂം കാര്യങ്ങളൊക്കെ നോക്കൊന്ന് ജസ്റ്റ്. ഇതാണ് നമ്മുടെ എൻജിൻ റൂം. തിരിച്ചാട്ടോ വെക്കണേ. ഇത് വൈപ്പറിന്റെ ടാങ്കാന്ന് തോന്നുന്നു. ഇതെന്താണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ഇതിന്റെ പൊന്നി ഇതൊരു കുറ്റി പോലെ ഇരിക്കുന്നു. ഇത്രയും നീളത്തിലാണ് വൈപ്പർ ടാങ്ക് വെച്ചേക്കുന്നത്. ബാക്കി ഇതിന്റെ സ്പെക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇതൊരു 1197 cc ആണ് ഈ വാഹനത്തിന്റെ എൻജിൻ വരുന്നത് കേട്ടോ. ഇതിന്റെ മാക്സിമം പവർ വരുന്നത് 88.50 bhp പവറാണ്. 6000 RPM വരുന്നത്. മാക്സിമം ടോർക്ക് വരുന്നത് 4400 RPM 113 ആണ് ടോർക്ക് വരുന്നത്. 4 സിലിണ്ടറാണ് വരുന്നത്. 4 വാൽവ് വരുന്നുണ്ട്. മാനുവലാണ് നമ്മൾ ഇത്. ട്രാൻസ്മിഷൻ 5 സ്പീഡ് ഗിയർ ബോക്സ്. നമ്മൾ നേരത്തെ പോലെ പെട്രോൾ വേരിയൻ്റ് ആണ്. ഇതിൽ മൈലേജ് പറയുന്നത് 21 കിലോമീറ്ററൊക്കെയാണ്. ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി 37 ലിറ്ററാണ്. ടോപ്പ് സ്പീഡ് 180 പറയാനുണ്ട് കേട്ടോ. ലെങ്ത്ത് വരുന്നത് 3995 mm, വിത്ത് വരുന്നത് 1765 mm, ഹൈറ്റ് വരുന്നത് 1550 mm ആണ് കേട്ടോ. ഗ്രോസ് വെയിറ്റ് വരുന്നത് 1450 കിലോഗ്രാം ആണ്. എൻ്റെ പൊന്നെ സെറ്റപ്പ് നോക്കണേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവന്റെ എൻജിൻ സ്പെക്ക് കാര്യങ്ങളൊക്കെ വന്നത് കേട്ടോ. പിന്നെ നമുക്ക് എൻജിൻ റൂം അങ്ങോട്ട് അടച്ചേക്കാം. വേറെ കാര്യമായിട്ട് പറയത്തക്ക വിധത്തിലൊന്നുമില്ല. അപ്പൊ എങ്ങനെയാണ് വണ്ടി ഇഷ്ടപ്പെട്ട? വണ്ടിയുടെ കാര്യങ്ങൾ എല്ലാം കേട്ടിട്ട് എങ്ങനെയുണ്ട് വണ്ടി എന്ന് തോന്നാം. സംഭവം ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഈ കളറ് നമുക്ക് ഇതൊരു
എന്താ പറയാ നീല കളറാണേലും ഉണ്ടല്ലോ ഇതിന്റെ പറ്റേ വന്നു കഴിയുമ്പോഴത്തേക്കും വേറൊരു കളറായിട്ട് സാമ്യമുള്ള പോലെ വന്നു. ഇതിനകത്തൊരു ഗിൽറ്റ് കളറൊക്കെ അടിയുന്ന പോലെ സാമ്യമുള്ള പോലെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നിരുന്നാലും വണ്ടി അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പൊ ഇത്രയാണ് ഇവന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ.